വന്യജീവി ആക്രമണവും മനുഷ്യഹത്യയും തുടർക്കഥയാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വെറും നോക്കുകുത്തിയാകുന്നതിൻ്റെ ഉദാഹരണമാണ് വയനാട്ടിൽ ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ടാമതൊരാൾ കൂടി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് മാനന്തവാടി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് സർക്കാരിനെതിരെയാണ് കേസെടുക്കേണ്ടത്. വനം വകുപ്പ് ജീവനക്കാരനായ പാക്കം സ്വദേശി വെള്ളച്ചാലിൽ പോൾ തൻ്റെ കൃത്യനിർവഹണത്തിനിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്. മതിയായ സന്നാഹവും സംവിധാനവുമില്ലാതെ കുറുവടിയുമായി കടുവയെയും ആനയെയും തേടി ഇറങ്ങേണ്ടി വരുന്ന വനം വകുപ്പ് ജീവനക്കാരും പ്രതിസന്ധിയിൽ തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവം നിമിത്തം ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കാൻ പോലും വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സമരാഹ്വാനം നടത്തുന്നവരെയും പൊതുജനം തിരിച്ചറിയേണ്ട സമയമാണെന്നും മാർ പൊരുന്നേടം പറഞ്ഞു. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പോളിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അദ്ദേഹം മരണമടഞ്ഞത്. കാട്ടാനയുടെയോ കാട്ടുമൃഗത്തിൻ്റെയോ ആക്രമണമുണ്ടായാൽ ചികിത്സ ലഭിക്കാൻ പോലും ചുരമിറങ്ങേണ്ടി വരുന്ന വയനാടൻ ജനതയുടെ ദുർഗതിയിലേക്കുള്ള വിരൽ ചൂണ്ടലാവുകയാണ് ഈ സംഭവം. ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അപ്രതീക്ഷിതവും അടുത്തടുത്തുണ്ടാകുന്നതുമായ വന്യജീവി ആക്രമണങ്ങളും ഈ നാടിൻ്റെ കാര്യത്തിൽ സർക്കാർ പുലർത്തുന്ന അനാസ്ഥയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട്. വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ വെറും ജലരേഖകൾ മാത്രമാവുകയാണെന്നും മാർ പൊരുന്നേടം പറഞ്ഞു.